ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈദെല്ലാം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും നല്ല ഈദെല്ലാം അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടാണ്. അപ്പോൾ ഈദിന് ഇത് പുറത്തെല്ലാം പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോകുന്നുള്ളത് ഒമാനിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ വലിയൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഇത് ഞങ്ങൾ പോകുന്നുള്ളത്. പിന്നെ പോകുന്ന ബൈക്ക് നമ്മൾ കുറച്ച് ചിപ്സ് അതെല്ലാം വാങ്ങിച്ച് കുറച്ച് എന്താ പറയുക ലോങ് ആയിട്ടുള്ള യാത്രയല്ലേ, അപ്പോൾ അതിനെ കൊണ്ട് കുറച്ച് ഇങ്ങനത്തെ കാര്യമെല്ലാം വാങ്ങിച്ച്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ റാസൽ കൈമ അങ്ങോട്ടെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോർഡർ നമ്മൾ എത്തലുണ്ട് കേട്ടോ. ഈ ഒരു ബോർഡർ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വരലാന്ന്. ഇതുവരെ ഈ ബോർഡർ അപ്പുറത്തിലേക്ക് കടന്നിട്ടില്ല. നമ്മൾ ബോർഡറായിട്ട് പോയിട്ടുള്ളത് പിന്നെ സൗദിയിലേക്കാണ് ഇതുപോലെ റോഡ് വഴി പോയിട്ടുള്ളത്. അത് ഉംറ ചെയ്യാനാണ് കേട്ടോ പോയിട്ടുള്ളത്. പക്ഷേങ്കിൽ ആ ഒരു ബോർഡറിൽ ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ചെയ്തത് നമ്മളെ കൊണ്ടുപോയ ഏജൻറ്റ് അവരെല്ലാം പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം കൊണ്ടിട്ട് ശരിയാക്കിയിട്ട് കൊണ്ടുവന്നത്. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ബോർഡറിൽ നിന്നിട്ട് കാര്യമെല്ലാം നമ്മൾ ശരിയാക്കുന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഏത് ഒന്നും അറിയില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ഈ ഒരു സ്ഥലത്ത് പകുതിയോളം എത്തിയിട്ട് പിന്നെ തിരിച്ചു പോലാന്ന്. അപ്പോൾ ഇന്ന് പറഞ്ഞ് ഇല്ല നമുക്ക് നോക്കാം, എന്തായാലും പറ്റുമെങ്കിൽ ബോർഡർ കടന്നിട്ട് നമുക്കൊന്ന് ഒമാനെല്ലാം കണ്ടുവരാന്നിട്ടാണ് ഇത് പോകുന്നുള്ളത്. നമ്മൾ പാസ്പോർട്ടിലെടുത്ത് ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ. അടുത്ത റൂൾസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിട്ടില്ല. നമുക്ക് ആകെ അറിഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ വേണ്ട, എന്താ പറയുക ഇതെല്ലാം ആയതുകൊണ്ട് ഒരു 14 ദിവസത്തേക്ക് വിസ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അവർ ജസ്റ്റ് എൻട്രൻസിൻ്റെ ഒരു സീലടിക്കും, അത് മാത്രം മതി എന്നാണ് കേട്ടോ ഞങ്ങൾക്ക് അറിഞ്ഞത്. അപ്പോൾ വിസ വേണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് പോയിട്ട് എന്താ പറയുക ഫുള്ളായിട്ടൊന്ന് കണ്ട് ഒരു രാത്രിയാകുമ്പോൾ തിരിച്ചിട്ട് മടങ്ങിയിട്ട് നമുക്ക് ദുബൈയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഞങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ ആടെ എത്തിയിട്ടാണ് വന്നിട്ട് പോലീസ് പറയുന്നത് വിസ മസ്റ്റാന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആറാടെ സൈഡ് വെച്ചിട്ടായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയി ആടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോസ് അലോഡ് അല്ലാന്ന്. ഇത് എന്താ പറയുക ഫൈനൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ഫൈൻ എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ അവിടെ നിന്ന് എടുത്തതേ ഉള്ളൂ. ബാക്കി അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറേ ടൂറിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് എന്താ പറയുക എൻട്രൻസ് ആവുന്നവരുണ്ട്, അതുപോലെ ഒമാനിൽ നിന്ന് ഇപ്പുറം ദുബൈയിലേക്ക് എക്സിറ്റ് ആവുന്നവരുണ്ട്. ഇഷ്ടം കണക്ക് ആൾക്കാരുണ്ടായിട്ടാ. അപ്പോൾ ഞങ്ങൾ 4 ആൾക്കും അവിടെ നിന്ന് വിസ അടിച്ച് 1 മാസത്തെ വിസയാണ് കേട്ടോ അവർ തരുന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടുതലുണ്ട്. പിന്നെ നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് 1 മാസത്തെ വിസയാണ് അവിടെ നിന്ന് അടിച്ചിട്ടുണ്ടായത്. ഇപ്പോൾ വിസ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കാറെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ പോലീസുകാർ ഫുൾ കാർ ഓപ്പൺ എല്ലാം ആക്കിയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോർഡർ കടന്നിട്ടാ നമ്മൾ ഒമാനിലേക്ക് എൻട്രൻസ് ആയി. പിന്നെ അടിപൊളി വ്യൂ ഇട്ടാ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കടൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു സൈഡ് ഫുള്ള് എന്താ പറയുക മല പോലത്തെ ആ ഒരു ഇതെല്ലാം ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കടലാണ് കേട്ടോ. അതാണ് നമ്മൾ മെയിൻ ഒമാനിലേക്ക് പോകുന്ന ആ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ടിട്ടുണ്ട് നല്ല അടിപൊളി വ്യൂ ആണെന്നുള്ളതെന്ന്. അപ്പം നല്ല അടിപൊളി ഡ്രൈവിങ് വൈവാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രസമാണ്. നമ്മൾ ഈ ഹോളിവുഡിലെല്ലാം കാണുന്നില്ലേ, കടലും കുറേ ഷിപ്പും അങ്ങനെ ആയിട്ടുള്ള വ്യൂസാണ് കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പോൾ അതിനുള്ള പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ ഒരു സൈഡ് ഫുള്ളായിട്ട് മല, പിന്നെ ഒരു സൈഡ് ഫുള്ളായിട്ട് കടൽ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകത്തിൽ ഒരു റോഡേലും അതിലാന്ന് കേട്ടോ. പിന്നെ എന്താ പറയുക 2 വേ ആയിട്ടുള്ള ആ ഒരു റോഡ്, അങ്ങോട്ടും കാറ് പോകുന്നുണ്ട് ഇങ്ങോട്ടും. അപ്പോൾ ഒറ്റൊരു റോഡായതുകൊണ്ട് നമുക്ക് നല്ല സേഫായിട്ട് ഡ്രൈവ് ആക്കണം അത്രയുള്ളൂ.
പിന്നെ നമ്മൾ അവിടെ ഒരു ബൈക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ടായിട്ടാ, ജസ്റ്റ് ഒന്ന് അടലെ കാണാൻ പറ്റും. അവിടെ ഒരു മലയാളീനെ കണ്ടിട്ടുണ്ടായി ഞങ്ങൾ. അപ്പോൾ ആ മലയാളി പറഞ്ഞ് ഈ കടലിൽ ഡോൾഫിൻ ഉണ്ട്, അത് ഇടയ്ക്കെല്ലാം ഇങ്ങോട്ടേക്കെല്ലാം വിരലുണ്ട്, ഡോൾഫിനെല്ലാം കാണാൻ പറ്റും. അതാണ് ആ ഒരു കടലിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല ഡോൾഫിനുള്ള ഒരു കടലാണ് കേട്ടോ അത്. പിന്നെ പോകുന്ന ബൈക്കെല്ലാം കുറേ അടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാർക്കെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ബീച്ചിന് ആ ഒരു ഇതുപോലെ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇവിടെ അത്ര ക്ലീൻ ഉണ്ടായിട്ടില്ല, ഫുള്ളായിട്ട് പൊടിയും ഇതെല്ലാം പിടിച്ചിട്ട് ആ ഒരു ഇത് അത്ര ക്ലീൻ ഇല്ലാത്തതുകൊണ്ട് മക്കളെ എന്താ പറയല് മൈഷ മന്നാന്നും അതിൽ അങ്ങനെ കയറാൻ നിന്നിട്ടില്ല കേട്ടോ, കാരണം ക്ലീൻ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ആടെല്ലാം ജസ്റ്റ് ഒന്ന് നടന്ന് അങ്ങനെ കണ്ട് അങ്ങനെയല്ലാന്ന്. പിന്നെ നല്ല കാറ്റുണ്ടായിട്ടാ. കുറച്ച് കഴിയുമ്പോൾ ക്ലൈമറ്റെല്ലാം ഒന്ന് മാറി, എന്താ പറയല് ഭയങ്കര ഹെവി ആയിട്ടുള്ള കാറ്റാണെന്നുണ്ടായി. ഞങ്ങൾക്ക് ആയതുകൊണ്ട് ഇതാ കടലെല്ലാം കണ്ടിട്ടില്ലേ, ഡാൻസ് കളിക്കുന്ന പോലെയുണ്ട്. ആ കാറ്റിൻ്റെ അനുസരിച്ചിട്ടാണ് കേട്ടോ ആ കടലിങ്ങനെ പോകുന്നുള്ളത്. പിന്നെ നിസ്കരിക്കുന്ന ആ ഒരു ടൈമെല്ലാം ആയതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായി. പിന്നെ നിസ്കാരമെല്ലാം നമ്മൾ ആടെ നിന്നാണ് കേട്ടോ നിസ്കരിച്ചിട്ടുണ്ടായത്. പക്ഷേങ്കിൽ നല്ല കാറ്റുണ്ടായി. ഇതാ നിങ്ങൾക്ക് കടൽ കാണുന്നുണ്ടാവില്ലേ, അതിൽ നോക്ക്, ആ ഒരു കാറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ വെള്ളം പോകുന്നുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാർ പേഴ്സണലി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായി ഈദ് വ്ളോഗ് എന്താ ഇടാത്തതെന്നുള്ളത്. സത്യം പറഞ്ഞെങ്കിൽ ഈദ് ശനിയാഴ്ച ആവുന്നിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് വെള്ളിയാഴ്ച മീൻസ് വ്യാഴാഴ്ച നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഉറക്കായി, നിസ്കരിച്ചിട്ട് അടനെ ഉറങ്ങിപ്പോയി. പിന്നെ നെജുവിനൊന്ന് നോമ്പ് പറയുണ്ടായിനി, ക്രിക്കറ്റിൻ്റെ ആ ഒരു ഗ്യാങ് ആയിട്ട് കളി ഉണ്ടായിനി നെജുവിന്. അപ്പോൾ നെജു അതിൽ ബിസിയായി. എന്താ പറഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ചയെന്ന് വിചാരിക്കുന്നേ ഇല്ല കേട്ടോ, ശനിയാഴ്ച ആയിരിക്കും, ശനിയാഴ്ച എന്നാണ് ന്യൂസെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറങ്ങിച്ചിട്ടാകുമ്പോൾ വന്നിട്ട് അറിയുന്നത് നാളെ പെരുന്നാൾ എന്നുള്ളത്. അതുകൊണ്ട് വിചാരിച്ചാൽ എനിക്ക് ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നെജു അന്ന് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായത്. പിന്നെ പിറ്റേ ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് ബിരിയാണി ആക്കി. പിന്നെ രാവിലെ നെയ്പ്പത്തലും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ ജസ്റ്റ് ഒന്ന് കായിൻ്റെ അപ്പം ഉണ്ടാക്കി, അത്രയും ഉണ്ടാക്കിയില്ല. പിന്നെ സ്വീറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, കാരണം നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ മൈലാഞ്ചി 2 മക്കൾക്ക് മാത്രം വെച്ച് എനിക്ക് വെക്കാൻ പോലും പറ്റില്ല, കാരണം അത്ര ബിസി ആയിപ്പോയി. ക്ലീനിങ്ങും കാര്യങ്ങളായിട്ട് ചടപട പറഞ്ഞിട്ട് ആയിപ്പോയിട്ടാ, കാരണം നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിറ്റേ ദിവസം പോകുന്നതാന്നിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. ഞാൻ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് തന്നെയാണ് പിറ്റേ ദിവസം ഇട്ടിട്ടുണ്ടായത്. മക്കളും നെജു മാത്രമേ ചേഞ്ച് ആക്കിയിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഇതിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞമ്മ അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഞമ്മ അവിടെ ഒരു കസബിലെത്തിയിട്ടാണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ടാൻ വിചാരിച്ച് മന്തിൻ്റെ റെസ്റ്റോറൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേങ്കിൽ അവിടെ ഫിഷിൻ്റെ ആയിരുന്നു കേട്ടോ മെയിൻ, ബിരിയാണി എന്ന് പറഞ്ഞ്. പക്ഷേ മസാല ഇല്ലാത്ത വെറും ചോറും പിന്നെ ഫ്രൈയും ആണ്. അതായത് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ ഫ്രൈ, പിന്നെ ഫിഷ് ആണെങ്കിൽ അതിൻ്റെത്.
അപ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് ഇതാവാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടാ. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഹോട്ടൽ കാസർഗോഡ് അറിയാമെന്ന് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മൾ സാധാ നോർമലി മലയാളി ഫുഡില്ലേ, കഴുത്തപ്പവും ചിക്കൻ കറിയും അങ്ങനത്തെ എല്ലാം എന്നിട്ടാ കഴിച്ചത്. നല്ല ഫുഡ് തന്നെയാണ് കേട്ടോ ഉണ്ടായത്. പക്ഷെ കുഞ്ഞ് ഇതാണ്, കാരണം ഈ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയതൊന്നും അല്ല കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ട്രാവൽ ചെയ്തെങ്കിൽ പിന്നെ തിരിച്ചിട്ട് എത്തുന്നത് ആടെ തന്നെയാണ് കേട്ടോ. അത്രയും ചെറിയ ഒരു ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്, അങ്ങനെ ഭയങ്കരത്തിലുള്ള ഒരു ഏരിയ ഒന്നും അല്ല കേട്ടോ. അകത്തിലുള്ളത് അവിടെ ഒരു ലുലു ആണ്, ഒരു കാരിഫോറോ അല്ലെങ്കിൽ ഇതോ അങ്ങനെ ഒന്നുമില്ല. അത്രയും ചെറിയൊരു എന്താ പറയുക ഒരു പ്ലേസ് ആണ് കേട്ടോ അത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കോഫി ഷോപ്പിൽ പോയി പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതന്നെ ഒരു സമയം ആയിനി ഈ കോഫി ഷോപ്പിലെല്ലാം കയറുമ്പോഴത്തേക്കന്നെ ഞങ്ങൾ 11:30 മണീൻ്റെ അടുത്ത് ആയിട്ടുണ്ടായിട്ടാണ്. പിന്നെ നമുക്ക് സിം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എന്താ പറഞ്ഞാൽ അവിടെ എത്തിയിട്ടാകുമ്പോൾ റോമിങ് ആയി, സിമ്മ് ഒമാനത്തെ സിമ്മില്ല. പിന്നെ രണ്ടാമത് തന്നെ വൈഫൈ കിട്ടുന്നുണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ രാത്രി തിരിച്ചിട്ട് ട്രാവലാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഒരു റോട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നുണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് രാത്രി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പേടിയായി. കാരണം നെജു രാത്രി പെട്ടെന്ന് ഉറങ്ങുന്ന ആളാണ് കേട്ടോ. ഡ്രൈവ് ആക്കുമ്പോൾ തന്നെ ഭയങ്കര ടയർഡ് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മൾ ഇടങ്ങ് പോയെങ്കിൽ തന്നെ കാറെല്ലാം നിർത്തിയിട്ട് ഒരു 5 മിനിറ്റെല്ലാം ഉറങ്ങിയിട്ടാണ് പിന്നെ കാറ് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇത്ര ലോങ് ഡ്രൈവ് ആകുമ്പോൾ പേടിച്ചിട്ട് പിന്നെ നമ്മൾ എന്താക്കണ്ടറിയില്ല. കുറേ നമ്മൾ ഹോട്ടൽസ് എല്ലാം നോക്കിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഇതായതുകൊണ്ട് തന്നെ ഹോട്ടലൊന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. ഓൺലൈനിലെല്ലാം നമ്മൾ അവിടെ എത്തുമ്പോൾ എല്ലാം വൈഫൈയിൽ കണക്റ്റ് ആക്കിയിട്ട് ഓൺലൈനിലെല്ലാം ബുക്കാക്കാൻ നോക്കി. പക്ഷേങ്കിൽ എല്ലാം ഫുള്ളാന്ന് കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞ് എന്തായാലും സാരില്ല, നമുക്ക് ഡ്രസ്സ് എടുക്കാം രാത്രിയിൽ ഇടേണ്ടത്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഒരു പ്രിപ്പയർ ചെയ്യാണ്ടാന്നിട്ടാണ് വന്നത്. നിൽക്കുമെന്ന് വിചാരിച്ചില്ല, വന്ന് ജസ്റ്റ് ഒമാനെല്ലാം കണ്ട് രാത്രി തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയിട്ടാണ് വന്നിട്ടാ ഇങ്ങനെയെന്നെല്ലാം അറിയുന്നത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ ലുലു ഉണ്ടായിനി. അപ്പോൾ വിചാരിച്ച് എന്തായാലും ലുലു പോവാം, ഡ്രസ്സ് എടുക്കാം, പറ്റുവാണെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടൽ മുറി എടുത്തിട്ട് നിൽക്കാം, അത് നോക്കാമെന്നല്ലാണ്ട് അങ്ങനത്തെ ഒരു ഈലാന്നിട്ടാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായത്. പിന്നെ ഞങ്ങൾ നേരെ ലുലുവിൽ പോയി. മക്കളെ ഡ്രസ്സ് ഓൾറെഡി നെജു കാറിൽ എക്സ്ട്രാ ക്യാരി ചെയ്തിട്ട് വെക്കൂട്ടാ. ഇൻ കേസ് ആണെങ്കിൽ നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ആക്കുമെന്നറിയാം, മക്കൾക്ക് എന്തായാലും നിർബന്ധമല്ല. അപ്പോൾ ഓരത് എന്തായാലും ഒരു ജോഡി ഡ്രസ്സ് കാറിലുണ്ടാവും. അപ്പം നമുക്ക് ജസ്റ്റ് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സെല്ലാം നോക്കാമെന്ന് കേട്ടോ. നല്ല നല്ല ഡ്രസ്സുണ്ട്, നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പൈസ കാണുമ്പോൾ അടിപ്പം 7 എന്താ പറയുക ഒമാൻ റിയാൽ, 8 ഒമാൻ റിയാൽ നമുക്ക് ചെറിയ പൈസയാണെന്ന് തോന്നുന്നുള്ളൂ. പക്ഷെ അത് ദിർഹംസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വന്നിട്ടാണ് അതിന് ഇത്ര റേറ്റ് എന്നുള്ളത് അറിയുന്നുള്ളത്. പിന്നെ ഈ ഒരു മോഡൽ ഡ്രസ്സ് എനിക്ക് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു മാക്സി ടൈപ്പ് ഗൗണ് പോലത്തെ ഒരു ഡ്രസ്സ് എടുത്ത് തൽക്കാലം മാറ്റാൻ വേണ്ടിയിട്ട്, പിന്നെ നെജും അതുപോലെ നൈറ്റ് ഡ്രസ്സായിട്ട് നെജും എടുത്ത്, പിന്നെ മക്കൾക്കും എടുത്തിട്ടാ 2 ജോഡി
ഇതാന്നിട്ടാ ഞാൻ എടുത്തത്. നല്ല രസമുണ്ട് കാണാൻ, കളറായാലും അതുപോലെ നല്ല ലെങ്ത്ത്, എന്താ പറയുക, നല്ല മാക്സി ടൈപ്പ്, നല്ല കംഫർട്ടാണ് കേട്ടോ ഇട്ടിട്ടാകുമ്പം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് ഞാനെടുത്ത്. പിന്നെ നെജു ജസ്റ്റായിട്ട് ട്രൗസേഴ്സും പിന്നെ എന്താ പറയുക ഷോർട്സ് ട്രൗസേഴ്സില്ലേ അതുപോലത്തെ ഷോർട്സും പിന്നെ ടീഷർട്ട്സ് കാര്യങ്ങളും നെജു എടുത്ത്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക നമ്മൾ ചെരുപ്പല്ല, ഒരു ബൂട്ട്സ് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഓർക്ക് കംഫർട്ടാകാൻ വേണ്ടിയിട്ട് ഓർക്കുള്ള ചെരുപ്പും പിന്നെ നമ്മൾ സ്ലിപ്പേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടാണ് അവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് മക്കൾക്കുള്ള ഡ്രസ്സും എടുത്തിട്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഒമാനിലേക്ക് ഷോപ്പിങ്ങിനായിട്ട് പോയ പോലെയാന്നിട്ടാ ഉണ്ടായത്. നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറാം, ഒമാനിലൊന്ന് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാം, ഒന്ന് കാണാം, പിന്നെ ഒരു രാത്രി ആകുമ്പോൾ തിരിച്ചു വരാം. കാരണം പിറ്റേ ദിവസം മക്കൾക്ക് സ്കൂളെല്ലാം ഉള്ളതാണ്. അപ്പോൾ അത്രേ വിചാരിച്ചിട്ടിട്ടാ. ശരിക്കും പറഞ്ഞെങ്കിൽ എന്താ പറയുക നമ്മൾ വിചാരിക്കാത്തൊരു ട്രിപ്പായിപ്പോയി. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൂലുവിൽ കയറുന്ന സമയത്ത് തന്നെ ഓൾറെഡി 12:30 എല്ലാം കഴിഞ്ഞിട്ടുണ്ടായി രാത്രി. അത്രയും ലേറ്റായിട്ടുണ്ടായിട്ടാ. അപ്പം എന്താക്കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് ആ ഒരു സമയത്ത് വരെ ഞങ്ങൾ എന്താ പറയുക വൈഫൈ എല്ലാം കണക്റ്റ് ആക്കിയിട്ട് റൂംസിനെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് എവിടെയെങ്കിലും ടെൻറ്റ് ഇട്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, മക്കൾക്ക് പ്രത്യേകിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ പിക്നിക്ക് ടെൻറ്റ് ഇട്ടിട്ട് കിടക്കുക എന്നുള്ളത്. ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അങ്ങനെ എത്രയോ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലവ് ലേക്കിൽ പോയിട്ട് ടെൻറ്റ് ഇട്ടിട്ടുണ്ട്, എന്താ പറയല് റാസൽ കൈമയിൽ പോയിട്ട് മൗണ്ടൈനിൽ മീത്തെ ടെൻറ്റ് ഇട്ടിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ട് ടെൻറ്റ് ഇട്ടിട്ടുണ്ട്, ഡെസേർട്ടിൽ പോയിട്ട് ടെൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. മക്കൾക്ക് പ്രത്യേകിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പം അന്ന് ഭയങ്കര കാറ്റുണ്ടായതുകൊണ്ട് തന്നെ ബീച്ചിൽ പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര മടിയുണ്ടായിട്ടാണ്. പിന്നെ ചില ആൾക്കാരെല്ലാം ഉണ്ട്, ഒരു വന്ന കാരവനിൽ വാനിൽ തന്നെ കിടക്കുന്നവരുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ടെൻറ്റെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ബീച്ച് സൈഡിലെല്ലാം. പക്ഷേങ്കിൽ മക്കളുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര കാറ്റുണ്ടായതുകൊണ്ട് ടെൻറ്റ് ഇടാൻ പേടിയുണ്ടായി. അപ്പോൾ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു സമയം വരെ നമ്മൾ നിൽക്കുന്നുള്ളത്. എവിടെയെങ്കിലും ഹോട്ടൽ മുറി ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം, അങ്ങനത്തെ ഒരു ഇലാന്ന് ഉണ്ടായത്. ഓക്കെ ഗോ. ഇല്ല ഇപ്പുറം ഇല്ല. അപ്പം നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടാ അത്യാവശ്യം ഡ്രസ്സെല്ലാം എടുത്ത് മക്കൾക്കുള്ളത് എടുത്ത് പിന്നെ നമുക്കുള്ളതും എടുത്ത് പിന്നെ സ്ലിപ്പേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടാ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം അന്വേഷിച്ചിട്ട് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇതാ മക്കൾക്ക് ഞാൻ ഓൾറെഡി ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി. പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രോസറിയിൽ നമുക്ക് കയറിയിട്ടുണ്ടായി. മലയാളിൻ്റെ ഗ്രോസറിയാണ് കേട്ടോ. അപ്പം നെജു അവിടെ നിന്ന് അന്വേഷിച്ച് അടുത്ത് എവിടെയെങ്കിലും എന്താ പറയുക ഹോട്ടൽ കാര്യങ്ങൾ ഉണ്ടാന്ന്. അപ്പോൾ ഓരോ ഹോട്ടൽ പറഞ്ഞെന്ന്. പക്ഷേങ്കിൽ അത് അവിടെ നിന്ന് പിന്നെയും എത്രയോ കിലോമീറ്റർ പോകണം. അപ്പോൾ പിന്നെ അതിനെക്കാട്ടി നല്ലത് നമുക്ക് ദുബൈയിലേക്ക് തിരിച്ച് വരുന്നതാണ്. അപ്പോഴത്തേക്ക് തന്നെ ഓൾറെഡി 3-3:30 ആയിട്ടുണ്ടായി. പിന്നെ മക്കളെല്ലാം ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ഡിസൈഡ് ചെയ്ത് എന്തായാലും ഇനി അത്രയല്ലേ ഉള്ളൂ, സുബി വാങ്ങി കൊടുക്കുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമുക്ക് കാറിൽ തന്നെ അന്ന് സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ച് ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് അങ്ങനെ കാറിൽ തന്നെ വന്നിട്ടാണ് അന്ന് സ്പെൻഡ് ആക്കിയിട്ടുണ്ടായി. നല്ല അടിപൊളിയാന്ന്. ടെൻറ്റിലെല്ലാം സ്പെൻഡ് ആക്കി ആദ്യമായിട്ടാണ് കേട്ടോ കാറിൽ സ്പെൻഡ് ആക്കുന്നുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നെജും കുറച്ച് ഉറങ്ങി. ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഓർക്ക് ശരിക്കും കാവലായിട്ടിരുന്നതാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതാ അൽഹംദുലില്ലാ
അൽഹംദുലില്ലാ രാവിലെയായി സുബഹി ബാങ്ക് കൊടുത്ത്. പിന്നെ നെജു ഫസ്റ്റ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. നെജു നിസ്കരിച്ചിട്ട് വന്നിട്ടായിട്ട് പിന്നെ ഞാനും മൈഷാവും പോയിട്ടാ. തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടായി. അവിടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിട്ടാ. പിന്നെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഞാനും മൈഷാവും അവിടുന്ന് സുബഹി നിസ്കരിച്ച്. അപ്പോൾ ഇതാ നമ്മൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഓൾറെഡി ഇതാ രാവിലെ ആയിട്ടാണ്. മക്കളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ടെൻറ്റിൽ കിടക്കുന്നതും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതിലും ഇങ്ങനത്തെ കാര്യത്തിന് കുറച്ചെല്ലാം മടി. ഓർക്ക് നേരെയാവോ എന്നുള്ളൊരു ഒരു പേടിയാണ് കേട്ടോ എനിക്ക്. പക്ഷേ എങ്കിൽ ഓർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാം ഉണ്ടായി, നേരെ ഓപ്പോസിറ്റ് തന്നെ, പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് ആയിട്ടൊന്ന് നടന്നിട്ടാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടേ കാറിൽ ഉണ്ടാവാൻ ഓൾറെഡി 3-3:30 ആയിന് നമ്മുടെ കാറ് ജസ്റ്റ് സൈഡ് വെക്കുമ്പോഴത്തേക്ക് തന്നെ. അപ്പോൾ തന്നെ ആ ഒരു സമയം തൊട്ട് കേൾക്കാൻ തുടങ്ങിയത് എന്നിട്ട് ഒരു കോഴി ഇങ്ങനെ കൂക്കുന്നത്. ഏട് നിന്നറിയില്ല. നമ്മളെ നാട്ടിൽ ഇതെല്ലാം എന്താ പറയുക സാധാരണയായിട്ട് രാവിലെ ആകുന്ന സമയത്ത് നേരം വെളുക്കുന്ന സമയത്തല്ലേ കോഴിയെല്ലാം കരയുന്ന കേൾക്കൽ. ഇത് ആ കാറ് വെച്ച സമയം തൊട്ട് കേൾക്കാൻ തുടങ്ങിയാന്നും എനിക്കൊന്ന് ഈ ഫാമിൽ നിന്നായിരിക്കും അത് എന്താ പറയുക കൂക്കുന്നുണ്ടായിട്ടുണ്ടാ. കോഴിനെയൊന്നും കണ്ടിട്ടില്ല, പക്ഷേങ്കിൽ കുറേ ആടുണ്ടായി. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ പെറ്റ്സിനെ കാണാനും പെറ്റ്സിനെ ഇതാക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആടിനെ കാണുമ്പോൾ ഇതാ ഒരു ആടിന് ഫുഡ് കൊടുക്കട്ട, ആടിന് എന്താക്കണ്ടേന്ന് തന്നെ ഓർക്ക് അറിയുന്നില്ല കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് നടക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് തത്തയാണ്. ഇഷ്ടം കണക്ക് തത്ത പാറുന്നുണ്ടായിട്ട് രാവിലെ തന്നെ തെങ്ങിലും ആട് ഈടിയായിട്ട് കുറേ അധികം ഉണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര തത്തനെ ഒന്നാകെ ആയിട്ട് കാണുന്നുള്ളത്. അത്രക്കും ഉണ്ടായി. പിന്നെ നല്ല രസമാണ് കേട്ടോ രാവിലത്തെ ആ ഒരു സീനെല്ലാം കാണാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അടലൊന്ന് നടന്ന് ആ ഒരു സ്ഥലമെല്ലാം കണ്ടിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെയെല്ലാം കാണാൻ പറ്റിയത്. നമ്മളിപ്പോൾ റൂമിലോ അല്ലെങ്കിൽ എന്താ പറയുക ഹോട്ടലിലോ ഒന്നെങ്കിൽ ഈ സമയത്തൊന്നും നമ്മൾ ഉറങ്ങി എണിക്കും പോലും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു രാവിലെ കാണാൻ. അപ്പോൾ ഇതാ സൂര്യനെല്ലാം വരുന്നതേ ഇല്ലൂ കേട്ടോ, സൺറൈസ് ആകുന്നതേ ഇല്ലൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇത് ആ ലൂലുവിൻ്റെ ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഏയിലെ പോയാലും പിന്നെയും എത്തുന്നത് ആ ഒരു ഏരിയയിലാണ്. കാരണം അത്രയും ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ അത്. അങ്ങനെ വലിയ ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല അത്. ഭയങ്കര ഡ്രൈ ഏരിയ ആണ്. ചെറിയ ചെറിയ ഗല്ലി പോലത്തെ ഉള്ളിലെല്ലാം കേട്ടോ ഷോപ്പുകാരെല്ലാം ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കുറേ അടുത്ത് കയറിയിട്ടുണ്ടായിട്ടാ, പക്ഷേ എവിടെയും തുറന്നിട്ടില്ല, ഫുഡ് ആയിട്ടുണ്ടായിട്ടില്ല. അകത്തിൽ ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ ഫുഡെല്ലാം ആയിട്ട് വരുന്നതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ദോശയും ചായയും അങ്ങനത്തെ കാര്യമെല്ലാം കഴിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടാ. ഇതെല്ലാം നമ്മൾ പോകുന്ന ബൈക്കാണ്. നല്ല അടിപൊളി സീനാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ കാണാനെല്ലാം വേറെ ഒരു രസമാണ്. എന്താടി എന്താ നിനക്ക് എന്നാടി മോളഞ്ഞൂട്ടോ വെറുതെ
അങ്ങോട്ട് പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്ന ബൈക്ക് തന്നെ കണ്ടതാണ് ഒരാളിങ്ങനെ വലയെല്ലാം ശരിയാക്കുന്നുണ്ടായി അപ്പം ഞങ്ങൾ വിചാരിച്ച് മീൻ പിടിച്ചിട്ട് വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് കേട്ടോ. പക്ഷേങ്കിൽ ഒരു വലയെല്ലാം നേരെയാക്കിയിട്ട് കടലിലേക്ക് പോകാനുള്ള റെഡിയാണെന്ന്. പിന്നെ ഒരു ബോട്ട് ഇതുപോലെ തിരിച്ചിട്ട് വരുന്നുണ്ടായിട്ടാ, മീനെല്ലാം പിടിച്ചിട്ട് വരുന്നതായിരിക്കാം. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം അവിടെല്ലാം ഉണ്ടായി. പിന്നെ ഡോൾഫിനെ കാണുന്ന ബോട്ടെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതിൽ കടലിലേക്ക് ട്രാവലാക്കിയിട്ട് അവർ ഡോൾഫിനുള്ള ഏരിയയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അതെല്ലാം കാണിക്കും. പിന്നെ നമ്മൾ എന്താ പറയുക ഡൈവിങ് ചെയ്യുന്നില്ല വാട്ടറിൻ്റെ ഉള്ളിലേക്ക് എന്താ പറയുക തുള്ളിയിട്ട് അങ്ങനെയെല്ലാം വേണമെങ്കിൽ ചെയ്യട്ടാ. അങ്ങനത്തെ എല്ലാം സംവിധാനം ഉണ്ട്. പക്ഷേ നമുക്കെല്ലാം അത് അവിടെ പോയതിന് ശേഷമാണ് കേട്ടോ ഇതെല്ലാം അറിയുന്നുണ്ടായത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മക്കൾ ഓൾറെഡി ഒരു ദിവസം സ്കൂളിൽ പോയി, ഇനിയിപ്പം പിറ്റേ ദിവസം സ്കൂളുണ്ടായി. പിന്നെ അവിടെ പിന്നെയും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടൈം ഇങ്ങനെ പോവുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല ഓൾറെഡി നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്താന്ന് പോയിട്ടുണ്ടായത്. പിന്നെ അതിന് പിന്നെയും ടൈം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതിന് നിന്നിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസം അതിനെല്ലാം ആയിട്ട് റെഡി ആയിട്ട് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്കിപ്പോൾ ഓൾറെഡി അറിഞ്ഞ് എന്താ പറയുക റൂൾസ്, വിസ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞ്, പിന്നെ അടുത്ത സ്ഥലങ്ങളെല്ലാം അത്യാവശ്യം അറിഞ്ഞ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വരാം. അപ്പോൾ ആ ഒരു എന്താ പറയുക പ്ലാനിങ്ങിലായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടാം. പിന്നെ ഇതെല്ലാം ഇതാ നമ്മൾ വരുന്ന ബൈക്കാണ്. പിന്നെ ഇതുപോലെ പാർക്കെല്ലാം കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി മക്കൾക്കെല്ലാം ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ, ഒരു കുറച്ചൊന്ന് കളിച്ചോട്ടെ എന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായത്. ഇത് അടുത്തൊരു പാർക്കാണ്, നല്ല രസമുള്ള ഒരു പാർക്കാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക നമ്മൾ എന്താ പറയുക നാട്ടിൽ കോട്ടയെല്ലാം ഉണ്ടാകുന്നില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ അവിടെ പോയിട്ടാകുമ്പോൾ ഉണ്ടായത്. പിന്നെ അങ്ങനെ അവിടെല്ലാം കുറച്ച് സമയമെല്ലാം നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ടെല്ലാം ആയിട്ട് അങ്ങനെ ഓരോരോ സ്ഥലത്തെല്ലാം നിർത്തിക്കൊണ്ടാന്നിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ചു വരുന്നുണ്ടായത്. അപ്പോൾ ഇതാ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം അപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ചിട്ടാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊരു സ്ഥലത്തെത്തി നമ്മൾ കാറിൽ ഉറങ്ങി എന്താ പറയുക സ്ഥലമെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ദിവസം തന്നെ ആയിട്ടാ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചോട്ട് തന്നെ വീഡിയോ കാണാട്ടോ. എന്തായാലും ഒരു ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും ആയിട്ടൊന്ന് കമൻ്റ് എല്ലാം ചെയ്യുക. നിങ്ങൾ കമൻ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കമൻ്റ് എല്ലാം ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോയും കാണാം. അപ്പം ഇൻഷാ അല്ലാഹ് പിന്നെ ബെല്ലൈക്കണും പ്രസ് ആയിക്കോട്ടെ. അപ്പം ഞാനിടുന്ന വ്ളോഗ്സും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് കാണും. അപ്പം നമ്മൾ ദുബൈയിലേക്ക് എൻട്രൻസ് ആയി, ഒമാനിൽ നിന്ന് എക്സിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ടും നല്ല നല്ല വ്ളോഗ്സായിട്ട് റെസിപ്പി എല്ലാം ആയിട്ട് നമുക്ക് വീണ്ടും കാണാത്തവർക്കും ബൈ.